ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും ക്ഷണിക്കുന്നു. So let's turn our attention to the scripture which we are going to meditate today. എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരിക. Epistle to Ephesians chapter 3. അതിന്റെ 16-ാം വാക്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. And we are going to discuss about on verse 16. ഞാൻ അതിന്റെ ആ വേദഭാഗം മലയാള ബൈബിളിൽ ഞാൻ ആദ്യം വായിക്കാം. Let me just read it in Malayalam. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. 16-ാം വാക്യം. That he would grant you, according to the riches of his glory, to be strengthened with might by his Spirit, the inner man. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. God's name is glorified. പൗലോസിന്റെ പ്രാർത്ഥനയാണ് നാം ഈ വേദഭാഗത്ത് നാം പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. So we understand that this is one of Paul's prayer. ആ പ്രാർത്ഥന 14-ാം വാക്യത്തിൽ ആരംഭിച്ച് and it started from verse 14. അത് 19-ാം വാക്യത്തിൽ അവസാനിക്കും. And it ends in verse 19. നമ്മൾ ആ പ്രാർത്ഥനയെ സമഗ്രമായി നമുക്ക് ചിന്തിക്കാൻ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. We have lack of time to discuss deep in about the prayer. എന്നാൽ നാം ഇന്ന് വായിച്ച ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. So we are just going to discuss the verse which we read now. എന്നാൽ നമ്മുടെ ഈ വചന പഠനത്തിന്റെ ആമുഖം എന്നുള്ള നിലയിൽ for the introduction എഫെസോസിലെ സഭയെ പറ്റി ചില വസ്തുതകൾ നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. So we have to understand something about the Ephesians church. ഞാൻ ഇന്നലെ പറഞ്ഞു, I told you yesterday, ഏത് ലേഖനം നാം പഠിച്ചാലും whenever you study an epistle, ആ ലേഖനം എഴുതുന്ന സഭകളെ പറ്റിയുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. We have to keep back of our head that about the church of that particular epistle. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ പഠനം തുടരേണ്ടത്. We have to start our study from that background. അങ്ങനെയാണെങ്കിൽ എഫെസോസിലെ സഭ സ്ഥാപിച്ചത് എപ്പോഴാണ്? If that's the case, when did the church of Ephesians? നമ്മൾ എഫെസോസിലെ സഭയുടെ സ്ഥാപനം കാണുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ്. We see that in Acts 19. 19-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം നാം അതിന്റെ സൂചന നമുക്ക് നൽകുന്നു. Acts chapter 19 verse 1 we see the starting. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശം കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി. And we say that, and it came to pass that while apostle was in Corinth, Paul, having passed through the upper coast, came to Ephesus. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിലെത്തി അവിടെ പ്രവർത്തിച്ചു. 3 വർഷത്തോളം അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We understand from this verse it is one of his missionary journey. He reached to Ephesus and he spent 3 years. അങ്ങനെ 3 വർഷത്തെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായി രൂപം കൊണ്ട ഒരു സഭയാണ് എഫെസോസിലെ സഭ. As a result of his hard work for 3 years, he was able to start the Ephesians church. എഫെസോസിലെ സഭയും എഫെസോസിലെ വിശ്വാസികളൊക്കെ നമ്മെ ഒരുപാട് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സഭയാണ് എന്ന് നാം ഓർക്കണം. The church of Ephesians and the believer over there will give us a wide range of spiritual meanings. ഞാൻ ഈ എഫെസോസിലെ സഭയെ പറ്റി പറയുമ്പോൾ എഫെസോസിലെ വിശ്വാസികളെ പറ്റി ഒരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. When I talk about the Ephesians church, let me point out one special thing about the believers in Ephesus. നമുക്കറിയാം, ഒരു സഭ മാതൃകാ സഭയാകുക എന്ന് പറയുന്നത് വിശ്വാസികൾ മാതൃകാ വിശ്വാസികൾ ആകുമ്പോഴാണ്. When we say a church is a model, that means the members of the church is a model. എഫെസോസിലെ സഭ മാതൃകാ സഭയായിരുന്നു എന്ന് പറഞ്ഞാൽ when the church Ephesians is model for us, അതിന്റെ പ്രധാന കാരണം അവിടെയുള്ള വിശ്വാസികൾ മാതൃകാ വിശ്വാസികളായിരുന്നു എന്നതാണ്. The reason behind that, the believers over there were model. എഫെസോസിലെ വിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? What was the specialty of these? ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Let me just read one verse. 19-ാം അധ്യായം, Acts chapter 19. 19-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കാം. Acts chapter 19 verse 18 and 19. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ചവരിൽ അനേകർ വന്ന് തങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവരുടെ വില കണക്കാക്കിയാതെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. And many that believed came and confessed and showed their deeds. Many of them also which used curses brought their books together and burned them before all men.
and they counted the price of them and found it 50,000 pieces of silver. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. So we are seeing an important thing there. അവിടെയുള്ള വിശ്വാസികൾ 50,000 വെള്ളിക്കാശ് തുകയുള്ള വസ്തു അവര് ചുട്ടുകളഞ്ഞു. So they burned here something worth 50,000 pieces of silver. അത് അനേകർ കണ്ടു. So all the people must have seen. അത് ആ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അതൊരു വല്ലാത്ത ചോദ്യചിഹ്നമായിട്ട് മാറി. So that has been a question mark for all the society. എന്താണ് നമ്മെ അറിയിക്കുന്നത്? What does that tells us? എഫെസോസിലെ വിശ്വാസികൾ അവർ വിശ്വാസത്തിന് ബലം കൊടുത്തവരായിരുന്നു. They value their faith. ഞാൻ ഒന്നുകൂടി ഈ ആശയം വ്യക്തമാക്കാം. Let me explain furthermore. ഒരു സഭ മാതൃകാ സഭയാകുക എന്ന് പറയുന്നത് വിശ്വാസികൾ മാതൃകാ വിശ്വാസികളാകുമ്പോൾ. When we say a church is a model church, that means the member of the church is model. വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് വിശ്വാസത്തിന് വില കൊടുക്കുന്ന സന്ദർഭത്തിലാണ്. When a believer is a true believer, when he give value to what he believes. ഇന്ന് ഈ ആമുഖ സന്ദേശത്ത് ഭാഗത്ത് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. I wanted to explain as an introduction. നാം വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാണ്. Are we really value our faith? നാം വാസ്തവത്തിൽ വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാകണം. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നുള്ളൂ. We should value our faith. Then only our life will be valuable. നമ്മളെല്ലാം മക്കളെ വളർത്തുന്നവരാണ്. We all have kids. നമ്മുടെ എല്ലാ മക്കളുടെ ആഗ്രഹം, നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? What is our desire? നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം നമ്മുടെ മക്കൾ നല്ല ആത്മീക പൈതൃകത്തിൽ വളരണം എന്ന് തന്നെയാണ്. So our desire is our kids also be in a spiritual. അങ്ങനെ ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാകുകയില്ല. There is no one who does. പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. But there is a practical difficulty. നമ്മൾ വിശ്വാസത്തിന് വില കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ വിശ്വാസത്തിന് വില കൊടുക്കൂ. If you value your faith, then only our kids. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ചിന്തയാണ്. This is something we have to think about. നമ്മുടെ കുട്ടികളെ സൺഡേ സ്കൂളിൽ വിടുന്നു, ശരിയാണ്. We have to send them. We are sending them. അവരെ നമുക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നു, ഇതെല്ലാം ശരിയാണ്. We are doing everything for kids. അതെല്ലാം അങ്ങനെ നിൽക്കണം. It should be like that. പക്ഷെ വാസ്തവത്തിൽ നാം വിശ്വാസത്തിന് വില കൊടുക്കുന്നു. എന്റെ അപ്പ വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാണ്, എന്റെ അമ്മ വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാണ് എന്നുള്ള ബോധ്യം എന്റെ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ നാം അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് അവരെത്തുകയുള്ളൂ. Our children has to aware about their parents are valuing the faith. Then only they will reach to a certain level which is faith. നമ്മൾ വായിച്ച ഭാഗത്ത് നാം കണ്ടതല്ലേ? That's what we read in the same verse. അവർ വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്നത് അത് വിവരിച്ചു തീർക്കാൻ പറ്റാത്ത അധികം വിലയാണ് എഫെസോസിലെ സഭ നൽകിയത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട്. They came to faith, and the value they given to the faith is something which more can't express in the world. അങ്ങനെ നാം വിശ്വാസത്തിന് വില കൊടുക്കുമ്പോൾ when we give value to the faith, അത് സമൂഹം ശ്രദ്ധിക്കും. the society will see us. അവർ ചിന്തിക്കും. They will think about ഇതൊരു പ്രത്യേക സമൂഹമാണ് എന്ന് അവർ ചിന്തിക്കും. And they think about this is a special രണ്ട് പ്രധാന സംഭവങ്ങൾ എന്റെ മനസ്സിൽ ഇത് വരുമ്പോൾ പറയാൻ ആഗ്രഹം തോന്നുന്നു. So when we say two things came to my mind. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. There is some group called ഇന്ന് ലോകവ്യാപകമായി അവരുടെ പ്രവർത്തനം ശക്തമാണ്. They are very strong in their ministry. കേരളത്തിലും ഇന്ന് ധാരാളം സഭകൾ അവർക്ക് ഉണ്ട്. They have got plenty of churches in ഒരു 10-15 വർഷം മുമ്പ് before 10-15 years back, അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുന്ന നാളിൽ before they start the active strong they were working strongly. അവരുടെ ആ സംഘടനയെ പറ്റി, സഭയെ പറ്റി കേരളം അറിഞ്ഞതിന് പുറകിൽ ഒരു സംഭവം ഉണ്ട്. The fact that Kerala people came to across about this particular യഹോവ സാക്ഷി വിഭാഗത്തിൽപ്പെടുന്ന 2 കുട്ടികൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ പഠിക്കുകയാണ്. So two of children from those group, they were studying in Toronto. അവർ പറഞ്ഞു, they said, ഞങ്ങൾ ദേശീയഗാനം പാടുകയില്ല. We won't sing the national anthem. ഞാൻ അതിന് ശരി തെറ്റ് അല്ല ഇവിടെ ഞാൻ പറയുന്നത്. I'm not going to say the right. അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ദേശീയഗാനം പാടുകയില്ല. I said we are not going to sing the national. അത് വലിയ ചർച്ചയായി. And that was a challenge there. അത് വലിയ വാർത്തയായി. And that was a big news. അത് പത്രവാർത്തയായി. And that was a news in the. ഞാൻ പറയട്ടെ, യഹോവ സാക്ഷി എന്നുള്ള സംഘടന കേരളത്തിലുണ്ട് എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞ ലോകം അറിഞ്ഞത് ആ സംഭവത്തിന് ശേഷമാണ്. So that's how probably the world came to know that Jehovah's Witnesses are there in Kerala. ഞാൻ പറഞ്ഞു അതിന് ശരി തെറ്റല്ല നമ്മളിവിടെ പറയുന്നത്. Going to tell about the truth or right. അവർ പറയുന്ന വിശ്വാസത്തിന് വില കൊടുക്കാൻ അവർ തയ്യാറാണ്. They were very strong to give value to their faith. ഇനി മറ്റൊരു സംഭവം ഞാൻ ചേർത്ത് പറയാം. Explain another thing. ശാബത്ത്കാർ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. There is a group called Shabbat. അവരും ലോകവ്യാപകമാണ്. I think it's at 7th day. They are also wild across. അങ്ങനെയുള്ളവരും നമ്മുടെ കേരളത്തിലുണ്ട്. They are also there in Kerala. എന്താ സംഭവിച്ചെന്നറിയാമോ? What happened? ഒരു പബ്ലിക് എക്സാം ഗവൺമെന്റ്
പ്രഖ്യാപിച്ചു. There was a public exam which is അത് ശനിയാഴ്ചയാണ്. that was a Saturday. അത് ശനിയാഴ്ചയാണ്. That was a Saturday. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല. They said we won't come. ഞങ്ങൾ എഴുതുകയില്ല. We won't come for the അവസാനം പ്രശ്നമായി. And it was a big problem. അവസാനം പ്രശ്നമായി. ഗവൺമെന്റ് അവരുടെ മുമ്പിൽ മുട്ടുമടക്കി. And then the government end of the day kneel down in front of them. അവര് പറഞ്ഞ ദിവസത്തിൽ നിന്ന് ആ പരീക്ഷ മാറ്റേണ്ട ആവശ്യമുണ്ടായി. Eventually they have preponed the exam. ഞാൻ രണ്ട് സംഭവങ്ങൾ പറഞ്ഞു. I have told you two. ഞാൻ പിന്നെ പറയും അതിന് ശരി തെറ്റല്ല ഞാൻ ഇവിടെ പറയുന്നത്. I'm not going to tell the right or wrong. അവരെല്ലാം അവരുടെ വിശ്വാസത്തിന് ബല കൊടുക്കുവാൻ അവർ മനസ്സ് വെച്ചു. In that they all were ready to give value for their faith. ഇന്ന് രാവിലെ നാം ഈ സന്ദേശം കേൾക്കുമ്പോൾ When we listen to the message today, എഫെസോസിലെ സഭ നമുക്ക് മാതൃകയാണ്. the Ephesians church is a നാം വിശ്വാസത്തിന് വില കൊടുക്കണം. Are we really value our ഞാൻ faith? ഒന്നുകൂടി കടത്തി പറയാം. Let me just say again. നാം വിശ്വാസത്തിന് വില കൊടുക്കുന്ന വില അത് നമ്മുടെ മക്കൾ കാണും. If we give value to our faith, our children will. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us. എഫെസോസിലെ സഭ നമ്മെ അറിയിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, The second thing what Ephesus church talk about. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെയുള്ള വിശ്വാസികൾ നമ്മെ അറിയിക്കുന്ന മാതൃക. Just talk about the model from the members of that church. ഇനി ആ സഭ നമ്മെ അറിയിക്കുന്ന ഒരു മാതൃക മാത്രം ഞാൻ There is ചൂണ്ടിക്കാണിക്കാം. one model which the church tells us. നിങ്ങൾ എഫെസിലെ 1-ാം അധ്യായത്തിലേക്ക് വരണം. When we turn our attention to Ephesians chapter 1. ആ 1-ാം അധ്യായത്തിൽ 16-ാം വാക്യം നമുക്ക് വായിക്കാം. Chapter 1 verse 16 we read like this. 1:16 ആ സഭയുടെ പ്രത്യേകത നാം കാണുന്നത് ഇങ്ങനെയാണ്. 1 verse 16. അവിടെ വായിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്ന് നാം അവിടെ വായിക്കുന്നു. Cease not to give thanks for you, making mention of you in my prayers. അവിടെ പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നാം അവിടെ കാണുന്നുണ്ട്. We see here an important thing Paul is mentioning. പൗലോസ് പറയാണ്, Paul is telling here, നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം whenever I remember you, ഞാൻ എന്ത് ചെയ്യും? what I am അവിടെ doing, പറയുന്നത് എന്താണ്? what I will do. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ സ്തോത്രം And I give thanks. അല്ലേ? നിങ്ങളെ പറ്റി ഓർക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും Whenever I remember you, I give thanks. എപ്പോഴാ സ്തോത്രം പറയുന്നത്? When we are saying thanks. സ്തോത്രം പറയുക അല്ല, സ്തോത്രം പറയുന്ന സാഹചര്യം എപ്പോഴാണ്? What are the situation we നമുക്കറിയാം, സ്തോത്രം ആ സഹോദരനായി സ്തോത്രം അല്ലേ? we say for that church, thank God for that church. അപ്പൊ ഇവിടെ നാം കാണുന്നത്, So here we see, ഈ സഭയെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം പറയാൻ സാധിക്കുന്നു. whenever Paul remember about this church, Paul is able to thank the Lord. എപ്പോഴെല്ലാം ആ സഭയെ പറ്റിയുള്ള ഓർമ്മ പൗലോസിന്റെ മനസ്സിൽ വരുന്നു, Whenever the thought come about this assembly, അപ്പോഴെല്ലാം പൗലോസ് പറയും, at those time Paul says, സ്തോത്രം, thank you. ആ സഭയ്ക്കായി സ്തോത്രം, Thank you Lord for that church. അവിടെയുള്ള വിശ്വാസികൾക്കായി സ്തോത്രം. Thank you Lord for the members of ഇത് that. നമ്മൾ ഓർക്കുമ്പോൾ ഇത് പൗലോസ് വെറുതെ പറയുന്നതല്ല. So when we say that this is Paul, just simply say. പൗലോസാണ് 1-ാം നൂറ്റാണ്ടിൽ സഭകൾ ധാരാളം സ്ഥാപിച്ചത്. So Paul is one of the person who worked in first century. പൗലോസിന് എല്ലാ സഭകളെയും പറ്റി ഓർക്കുമ്പോൾ സ്തോത്രം പറയാൻ പറ്റുന്നില്ല. Paul is not remembering all the church and give thanks. താൻ സ്ഥാപിച്ച സഭകളെ പറ്റി എല്ലാം ചിന്തിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം എന്ന് പറയാൻ പൗലോസിന് പറ്റുകയില്ല. Paul is not able to say thanks when he remember all ഞാൻ the church. ഒരു ദൃഷ്ടാന്തം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Let me explain one example. നിങ്ങൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരിക. When you turn our attention ഗലാത്യ ലേഖനം, Galatians. ഗലാത്യ ലേഖനം. ഞാൻ ഗലാത്യ ലേഖനത്തിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം, 1-2 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Let's explain a couple of verses. നിങ്ങൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. Chapter 1 verse 7. സോറി 6 മലയാളത്തിൽ 6 ആണ് നാം കാണുന്നത്. 1-6 ഞാൻ ആ വാക്യം വായിക്കാം. യേശുക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചതിന് വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. Yeah, and verse 6, I marvel that ye are soon removed from him that called into the grace of Christ unto another gospel. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പദം ആശ്ചര്യപ്പെടുന്നു. I marvel. ഇനി മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. Let's read another verse. 4-ാം അധ്യായത്തിലേക്ക് വരിക. Let's turn to chapter 4. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. Chapter 4 verse 11. 4:11 മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. Verse 11. As I am afraid of you, lest I have bestowed upon your labor in vain. അപ്പൊ ആദ്യം പൗലോസ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ആശ്ചര്യമുണ്ട്. Paul is saying, I marvel thinking about you. ഇപ്പൊ പറയാണ്, എന്താ പൗലോസ് പറയുന്നത്? എനിക്ക് ഭയമുണ്ട്, നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. Paul is telling, I am afraid when I remember on you. ഇനി 4:20 വാക്യം കൂടെ ഞാൻ വായിക്കാം. Read verse 20. അതിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത്, Read like this. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. I stand in doubt of you. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. I stand in doubt of you. അപ്പൊ 3 പ്രയോഗങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നു. We see three comment on Paul. ഒന്നാമത് പറയുന്നത് എന്താണ്? First he says, പറഞ്ഞ ഒന്നാമത്തെ പ്രയോഗം what he എന്തായിരുന്നു? says, ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. think about it, I marvel. രണ്ടാമത് പറഞ്ഞത് എന്താണ്? What he saying secondly,
when we learn about his missionary, ഏറ്റവും അധികം ബന്ധപ്പാട് സഹിച്ചത് ഗലാത്യയിൽ പോകാനാണ്. he had a lot of trouble to travel to Galatia. നമുക്ക് ലഭിച്ച സൂചനകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. The things we can say only by getting. പൗലോസ് പല സ്ഥലത്ത് പോയിട്ടുണ്ട്. He has been to many places. നമുക്കറിയാം ഗലാത്യയിൽ പോയി, കപ്പദോക്യയിൽ പോയി, മക്കദോനിയയിൽ പോയി, ആസിയയിൽ പോയി, ഇതെല്ലാം പൗലോസ് പോയിട്ടുണ്ട്. He has been to many places. എന്നാൽ ഇതിൽ ഏറ്റവും അധികം പ്രയാസപ്പെട്ടു പോയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, so if you ask me which place he has suffered, അത് ഗലാത്യയാണ്. that is ഗലാത്യയിൽ പൗലോസ് പോയ റൂട്ടെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. we can easily find out the route how he traveled. ഞാൻ പറയട്ടെ, ഇത്രമാത്രം കഷ്ടപ്പെട്ട് പോയി പ്രവർത്തിച്ച് പിന്നെയും പോയി അവിടെ അധ്വാനിച്ച ആ സഭയെ ഓർക്കുമ്പോൾ പൗലോസ് പറയുന്നത് എന്താ? എനിക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതെ, എനിക്ക് ആശ്ചര്യം തോന്നുന്നു. So Paul is telling, having worked so much for getting this church, and Paul is telling that I am marveled about thinking about you. എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. I am afraid. I'm worried thinking about you. പിന്നെ പറയാൻ എനിക്ക് ഭയമുണ്ട്. I am afraid of thinking about you. ഇതെന്തിനാ ഭയപ്പെടുന്നത്? Why he is afraid about? ആ ഭയപ്പെടുന്നു പറയുന്നത് കാരണം എന്താ? What is the reason behind his telling like പൗലോസിന് അറിയാം ഇവരൊക്കെ വിശ്വാസം നിൽക്കുമോ. Paul was wondering whether they will stand in the faith. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ സഭ ഉണ്ടാവുമോ? In our words, if we say if they go like that, will they stand? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിശ്വാസികൾ കുറെ കഴിയുമ്പോൾ സഭയിൽ ഉണ്ടാവുമോ? And if they go like this, will there be enough members in the assembly? ഇവരൊക്കെ വിശ്വാസം നിലനിൽക്കുമോ? Will they stand for the faith? അപ്പൊ ഈ ചിന്ത വരുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. So this thought comes into mind, and Paul was worried. Paul was afraid. ഇത് വരുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. That made him sorrow. ഇത് വരുമ്പോഴാണ് ഭാരം ഉണ്ടാകുന്നത്. That made him burden. ഞാൻ പറയട്ടെ, കഷ്ടപ്പെട്ട് സ്ഥാപിച്ച ഗലാത്യ സഭയെ ഓർക്കുമ്പോൾ പൗലോസിന് വിഷമമാണ്. And Paul is being worrying, thinking about the church which he spent so much hard work on it. എന്നാൽ നാം ചിന്തിച്ച എഫെസോസിന്റെ സഭയെ പറ്റി പറയുമ്പോൾ, when he think about the Ephesians church, പൗലോസിന് ഭയമില്ല. and he is not worried about it. പൗലോസ് പറയുന്നത് എന്താ? And Paul says like this. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ Paul says like, ഞാൻ ദൈവത്തിന് സ്തോത്രം. and I thank God for thinking about it. രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ, In the morning when I convey this message, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. you have to accept this. നിങ്ങളെ കുറിച്ച് വിഷമിക്കാനാണ് വരുന്നത്. They should not be sorrowful about you. ഞാൻ കുറെ കൂടെ വിശാലമായിട്ട് കടത്തി പറയാം. Let me explain in a broader mind. നമുക്കറിയാം പല കുടുംബങ്ങളെ പറ്റിയും നാട്ടിലുള്ളവർ വിഷമിക്കുകയാണ്. We know that about many families, the people over Kerala will be struggling. അവർ വിഷമിക്കാൻ പല കാരണമുണ്ട്. There are so many reasons. ഇവരൊക്കെ വിശ്വാസം നിലനിൽക്കൂ. Will they stand in the faith? ഇവരൊക്കെ നേരെ പോവൂ. Will they go in a straight way? ഈ വിഷമം നാട്ടിലുള്ളവർക്കുണ്ട്. They have all this sorrow in their life. ഈ വിഷമത്തിന് നമ്മൾ ഇടവരുത്തരുത്. We don't make them to think. നമ്മൾ വിശ്വാസം നിലനിൽക്കുന്നവരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. They have to think that we are standing in the faith. നമ്മൾ വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകണം. They have to aware about we are standing. അപ്പോൾ നമ്മെ ഓർത്ത് വിഷമിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മെ ഓർത്ത് സ്തോത്രം പറയുന്ന അവസ്ഥയിലേക്ക് വരണം. So there should be a position that they are not supposed to think about and sorrowful. They have to give thanks thinking about us. ഞാൻ എൻ്റെ ആമുഖ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. I'm just concluding my introduction here. നമുക്ക് പൗലോസിന്റെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി പോകാം. Let's come back to the verse which we read. എഫെസോസിന്റെ സഭയും എഫെസോസിലെ വിശ്വാസിയും നമ്മുടെ മുമ്പാകെ മാതൃക സഭയും വിശ്വാസികളുമായിട്ട് and the church of Ephesians and the people over from them were a model for us. നാം ചിന്തിക്കുന്ന വേദഭാഗം ഞാൻ പറഞ്ഞു അത് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. The portion we are thinking today, we said that it's a prayer of Paul. ആ പ്രാർത്ഥന 14-ാം വാക്യത്തിൽ ആരംഭിച്ച്, and that we see it's starting in verse 14. അതിന്റെ 19-ാം വാക്യത്തിൽ അവസാനിക്കുന്നു. And it's ending in verse 19. പൗലോസിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, when we think about his prayer, പൗലോസിന്റെ പ്രാർത്ഥനയിൽ 4 പ്രധാന മേഖലകൾ നാം ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. There are 4 different levels in his prayer. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പിന്നീട് ക്ഷണിക്കും. എന്നാൽ ഇതുകൂടെ ഞാൻ അതിന് ആമുഖമായിട്ട് പറയണം. We will come back to the point which we read. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പൗലോസിന്റെ പ്രാർത്ഥന. In the Old Testament, especially in the epistle, Paul's prayer is one of an important message. എന്റെ ധാരണ ശരിയാണ്, 21 പ്രാർത്ഥനകൾ പൗലോസിന്റെ നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. If I am right, there is something about 21 prayer we can see in our New Testament. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ 4 പ്രധാന പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. When we remember all this prayer, we see 4 different levels from his prayer. ഞാൻ ആ 4 പ്രത്യേകതകൾ ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. Let me just explain those 4 different levels. പൗലോസിന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ പ്രത്യേകത, the first speciality of his prayer was, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഒന്നും ഭൗതിക വിഷയങ്ങൾ അദ്ദേഹം
പരാമർശിക്കുന്നില്ല എന്നതാണ്. He never explained anything of worldly needs. ഞാൻ ഒന്നുകൂടെ പറയാം. Let me explain like this. തന്റെ പ്രാർത്ഥനയിൽ ഒരു ഭാഗത്ത് പോലും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അദ്ദേഹം കഴിക്കുന്നില്ല. In his prayer, we haven't seen that he is pleading for something worldly needs. ഈ ആശയം ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആശയമായിരിക്കാം. You must have heard this one many times. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വ്യക്തിയുടെ ഭൗതിക ആവശ്യം അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വരുന്നേ ഇല്ല. So when we learn about his prayer, he never requested for any needs. ഞാൻ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാം. Let me explain one point. അദ്ദേഹം ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. There is a occasion he prayed for Philippi. നമുക്ക് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. Let's turn to that portion. നിങ്ങൾ ഒന്നാം അധ്യായത്തിലേക്ക് വരണം. Let's turn to chapter 1. ഒന്നാം അധ്യായത്തിന്റെ 10ാം വാക്യത്തിലാണ് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. Chapter 1 verse 10, he praying for the Philippians. അവിടെ ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? And what he says there. അവിടെ പറയുന്നത് ഞാൻ മലയാളത്തിൽ വായിക്കാം. നിങ്ങൾ ഭേദാവാദ്യങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. So that is verse 10 and 11, that ye may approve things that are excellent, that ye may be sincere and without offense till the day of Christ, being filled with the fruit of righteousness, which are by Christ unto the glory and praise of God. ഞാൻ ആ പ്രാർത്ഥനയെ പറ്റി കൂടുതൽ പറയുന്നില്ല. I'm not telling about the prayer. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ച വാചകങ്ങൾ നിങ്ങൾ ഓർക്കണം. Just let's see the verses. ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥന വാചകമാണത്. So these are the verses which is a prayer to the Philippians. അവിടെ എന്താ ഫിലിപ്പിയ സഭയുടെ പ്രത്യേകത? What is the specialty of Philippians? ഞാൻ ഇന്നലെ ചില സൂചനകൾ പറഞ്ഞു. I gave some clues yesterday. ഞാൻ അതോടൊപ്പം ചേർത്ത് പറയാം. Let me add some more things. ഫിലിപ്പിയ സഭ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്ന സഭയായിരുന്നു. This was one of the church being going through a difficult situation. നിങ്ങൾ 4ാം അധ്യായത്തിലേക്ക് വരിക. Let's turn to chapter. അവിടെ പൗലോസ് പറയുന്നത് എന്താണ്? Paul says here. 4ാം അധ്യായത്തിന്റെ 6ാം വാക്യം. Chapter verse 6. ഫിലിപ്പിയ സഭയോട് പറയാണ്, He's telling to the church of ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. be careful for nothing. എന്താ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? What does that mean? Being careful for nothing? അതിന്റെ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? What is the exact meaning of that? സഹോദരാ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട Don't worry about anything. എന്ന് പറയുന്ന സാഹചര്യം എപ്പോഴാണ്? What is the situation by saying that? സാധ്യതയുള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത്. We say that when there is a chance for that. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാക്കാം. I'll explain the concept. അപ്പം എഫെസോസിലെ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് വിചാരപ്പെടാവുന്ന സാധ്യത അവർക്കുണ്ട്. So Philippian church is a church which can worried about. പക്ഷെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? So Paul is praying what Paul is praying. അവരുടെ പ്രശ്നം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. He is not praying to remove the problem. ഇനി രണ്ടാമത്തെ കാര്യം, And the second thing, പൗലോസിനെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന സഭയാണ് ഫിലിപ്പിയ സഭ. This is an assembly which support Paul financially. പക്ഷെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? But what Paul is praying for them? അവരുടെ സാമ്പത്തിക അവസ്ഥ വർദ്ധിപ്പിക്കണമെന്നാണ് Paul is not praying for them that blessing them financially. അവരുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. Paul is not praying that there is remove their problem. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. Hope you understand the context. പൗലോസിന്റെ പ്രാർത്ഥനയിൽ നാം കാണുന്ന ഒന്നാമത്തെ വസ്തുത, So the first thing we see in Paul's prayer, അവിടെ എങ്ങും ഭൗതിക ആവശ്യങ്ങളില്ല. is never mentioned about the worldly needs. ഞാൻ ഇത് പറയുമ്പോൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ. I'm not telling that you not need to pray for worldly needs. പൗലോസിന്റെ പ്രാർത്ഥനാ സംസ്കാരം എത്ര വലുതാണ്. See his level of prayer. വിശ്വാസിയുടെ ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. He's praying for the spiritual needs. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. We also pray. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ We also pray for our kids. നമ്മൾ ഊന്നൽ കൊടുക്കുന്ന മേഖല ഏതാണ്? What are the main point we point out? എന്റെ മകൾ അവരുടെ ആത്മീയത, അതാണ് നമ്മുടെ ലക്ഷ്യം. We have to point out our children and their spiritual life. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. Let me conclude there. പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത് നാം ഓർക്കേണ്ടത്, The special thing what we remember in Paul's അദ്ദേഹം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഊന്നൽ നൽകുന്നില്ല. he never plead for the worldly needs. പൗലോസിന്റെ പ്രാർത്ഥനാ സംസ്കാരത്തിൽ രണ്ടാമത് നാം ഓർക്കേണ്ട കാര്യം, The second thing in Paul's prayer is അദ്ദേഹത്തിന്റെ പല പ്രാർത്ഥനകളും ഉദ്ദേശിച്ചതുപോലെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. out of many prayer there are so many prayer which he couldn't attain. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, ശരിയാണ്. And that means he prayed, that's correct. എന്നാൽ അതെല്ലാം അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഫലം കണ്ടില്ല. But there is nothing worked out as he prayed. ഞാൻ ചിലരെല്ലാം പറയുന്ന സാക്ഷ്യവാചനം കേട്ടിട്ടുണ്ട്. I have seen many one explain on their testimony. ഒരു ആവശ്യം വന്നു, I had ഞാൻ പ്രാർത്ഥിച്ച് നേടി, I prayed and I got it. ഞാൻ അത് പ്രാർത്ഥനയിൽ ഞാനത് കരസ്ഥമാക്കി. I won that in my prayer. അത് ഒരുപക്ഷെ അവരുടെ സ്വന്തം അനുഭവമാകാം. That's maybe their personal. ഞാൻ അതിന് വിമർശിക്കുന്നില്ല. I'm not
against that. പക്ഷെ പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊന്നും പലതും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ നടന്നിട്ടില്ല. When we think about Paul's prayer, many of his prayer were not attained what he think of God. ഞാൻ അതിനിങ്ങനെ പറയാൻ ശ്രമിക്കാം. Let me just explain like പൗലോസ് ഉദ്ദേശിച്ച വരയിലൂടെ എല്ലാ കാര്യവും സാധിച്ചിട്ടില്ല. there is nothing that he has attained, the things he drawn in front of him. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു റൂട്ട് വരച്ചിട്ട് അതിലൂടെ എല്ലാം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. So if he draw a route in his mind and there is nothing that he could attain on that. അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം പ്രാർത്ഥിച്ചു ശരിയാണ്, പക്ഷേ ആ പ്രാർത്ഥന അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ അതെല്ലാത്തിനും ഫലം ലഭിച്ചിട്ടില്ല. But most of his prayer has not worked out as he. ഞാനിത് പറയുമ്പോൾ ഒരു തെളിവ് ഞാൻ വായിച്ചു. Let me explain and give a proof. നിങ്ങൾ റോമാലേഖനത്തിലേക്ക് വരിക. Let's turn our attention to Romans. 15-ാം അധ്യായത്തിലേക്ക് വരാം. Romans chapter 15. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അപേക്ഷ നാം അവിടെ കാണുന്നു. We see his plea there. റോമാലേഖനം 15-ാം അധ്യായം. Romans chapter 15. 15-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. And we see in verse 31. 15-31 നമ്മൾ കാണുന്നത്. And we see here like this. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുക. ഞാൻ മലയാളത്തിൽ വായിക്കാം. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ റോമർ 15-31 ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. That I may be delivered from them that do not believe in Judah, and that my service which I have for Jerusalem may be accepted of the saints. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാം. Let me ask you one question now. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? What is his prayer? What is the theme of his prayer? നമ്മൾ വായിച്ച 31-ാം വാക്യത്തിൽ നോക്കി പറയാൻ ശ്രമിക്കുക. Just look into verse 31 and say, എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അപേക്ഷ? what's his prayer? അല്ലെങ്കിൽ പ്രാർത്ഥന വിഷയം എന്ത്? What is the topic of his prayer? എന്തുവാ? എരുശലേമിൽ ചെല്ലണം. പിന്നെ we have to reach Jerusalem. അങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വരണം. And by God's wish I have to be with you. നിങ്ങളുടെ അടുക്കൽ വരണം. I have to be with you. I have to reach up to you. അവിടെ നിങ്ങളുടെ അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ ആരുടെ അടുക്കലാണ്? What does that mean? I have to reach up to you. ഈ ലേഖനം എഴുതുന്ന ആർക്കാ? അപ്പം നിങ്ങളുടെ അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ ആർക്കാ? എവിടെ വരണം? റോമിലെത്തണം. And he wants to reach Rome. അല്ലേ? അപ്പോൾ ഈ ലേഖനം കൊരിന്തിൽ വെച്ചാണ് അദ്ദേഹം എഴുതുന്നത്. So this epistle he is writing in Corinth. കൊരിന്തിൽ വെച്ച് അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എവിടെ പോകണം പറഞ്ഞേ. So when he writes this epistle and he is praying that he wants to go, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് റോമിൽ പോകണം. So he wants and his desire is to reach. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. And I am praying for that. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You also pray for me. അല്ലേ? അപ്പോൾ പൗലോസിന്റെ പ്രാർത്ഥന അവിടെ നമ്മൾ കണ്ടു. So we saw Paul's prayer here. എനിക്ക് റോമിൽ പോകണം. I have to go to Rome. എനിക്ക് റോമിൽ പോകണം. അവിടെ ഉള്ളവരെ കാണണം. I have to go to Rome and I have to see. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I am praying about. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. He is telling you also pray. ഞാൻ പറഞ്ഞു, ഇത് എഴുതിയത് കൊരിന്തിൽ വെച്ചാണ് അദ്ദേഹം എഴുതുന്നത്. We know that we said that this is written in Corinth. നമുക്ക് റോമിലേക്ക് പോകണം എന്നുള്ള വിഷയത്തിന് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. For that particular topic he has to reach Rome. He is praying now itself. ആ പ്രാർത്ഥന എന്ന് പറയുന്നത്, and when you think about that prayer, അത് വർഷങ്ങൾ നീണ്ടു നിന്നു. so that's been continued for years. അത് വർഷങ്ങൾ നീണ്ടു നിന്ന് അദ്ദേഹം റോമിലെത്തി. And continued for years and years and eventually he reached Rome. നോക്കുക, അദ്ദേഹം റോമിലെത്തിയത് എപ്പോഴാണ്? Just find out when did he reach Rome. 28-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. Acts chapter 28 verse 18. 14-ാം വാക്യത്തിന്റെ അവസാനം കാണുന്നത് we see 14 the end of 40 verse 14. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? We read like that. അവിടെ വായിക്കുന്നത്, പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. And then we reached Rome. ഞാൻ ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ കണക്കുകൾ ഞാനിവിടെ പറയാം. Let me just explain the historical event. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിച്ചു. എവിടെ വെച്ചാണ് പ്രാർത്ഥന ആരംഭിച്ചത്? We said that he prayed and where did he pray? കൊരിന്തിൽ വെച്ച് പ്രാർത്ഥന. He prayed when he was in Corinth. കൊരിന്തിൽ വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. When he was in Corinth he prayed. വർഷം 1, year 1 gone. വർഷം 2, year 2 gone. വർഷം 3, year 3 gone. ഏറ്റവും ചുരുങ്ങിയ പക്ഷം And somehow 6 വർഷത്തോളത്തിന് ശേഷമാണ് അദ്ദേഹം എവിടെ എത്തിയത്? So he reached Rome after about 6 years. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സാധിച്ചു. As he got his prayer answered. സാധിച്ചില്ല.
Yes, he സാധിച്ചു. got his answer for his prayer. അതിന്റെ ഒരർത്ഥം സാധിച്ചു. Yes, he got his answer for his prayer. അദ്ദേഹം റോമിലെത്തി. He reached in Rome. എന്നാൽ ഈ മറുവശമുണ്ട്. Let me say the other side of it. അദ്ദേഹം റോമിൽ എങ്ങനെ എത്തിയത്? How did he reach there? അദ്ദേഹം റോമിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്തി. If you ask me, he reached Rome. Yes, he reached Rome. അവിടെ വിശ്വാസം കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു. If he meet the believers there, yes. പക്ഷേ അദ്ദേഹം റോമിൽ എത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ വിദൂര സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വഴിയിലൂടെയാണ് അദ്ദേഹം റോമിൽ. So eventually he reached Rome by even he hasn't think about it. He hasn't thought about it. അപ്പോൾ അദ്ദേഹം റോമിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ റോമിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ he reached Rome. Yes. അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെയാണ് അദ്ദേഹം റോമിൽ എത്തിയത്. He never thought that God will take him this way to Rome. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ഭാഗം എനിക്ക് പറയാൻ വളരെ ഇഷ്ടമുള്ള ഭാഗമാണ്. This is something I can always wanted to have. നമ്മുടെ പ്രാർത്ഥനകൾ സാധിക്കും. Our answer will always be. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. I'm not telling no. പക്ഷെ അതെല്ലാം നമ്മൾ വരയ്ക്കുന്ന അതേ വരയിൽ വെച്ച് പോകണം എന്ന് നിർബന്ധം. But it's not necessary that it's gone line according to that what we draw. അതെല്ലാം നമ്മൾ ശഠിക്കുന്ന പോലെ വരണമെന്ന് നിർബന്ധം ഇല്ല. It's not mandatory that it's gone what we desire. മോശാവത്സലം ശാസ്ത്രിയാരുടെ ഒരു പാട്ട് ഉണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു പാട്ട്. There is a song from Moshe Shastri. അദ്ദേഹത്തെ പറ്റി ഞാൻ പഠിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ട്. About him, brother has learned about him and അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ വാചകം ഇങ്ങനെയാണ്. And the lyrics goes like this. ഏത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. I don't have enough wisdom to know which is right and which is wrong. നിൻ കൃപയാൽ ഏത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. Lord, I don't have enough wisdom to know what is right and is wrong. നിന്റെ ഹിതം പോലെ എന്നെ according to thy will എന്നെ നിത്യം നടത്തണമേ. lead me daily. ഞാൻ ആ വരി ചേർന്ന് പാടാം. Let me sing like this. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എനിക്ക് ഏതാ ശരിയെന്ന് എനിക്കറിയാം. I don't know which is right and ഏതാ തെറ്റെന്ന് എനിക്കറിയാം. I don't know which is wrong. ഞാൻ പോകുന്ന വഴി ശരിയാണെന്ന് I don't know എനിക്കറിയാം. where I'm going when I right. അദ്ദേഹം പറയുകയാണ്, And he's telling like this. എന്റെ ഹിതം പോലെ എന്നെ നടത്തണം. Lead me according to thy will. ഞാൻ എന്റെ വിഷയത്തിലേക്ക് Let me come back to the topic. പൗലോസിന്റെ പ്രാർത്ഥന നമ്മെ അറിയിക്കുന്ന രണ്ടാമത്തെ ചിന്ത, The second point was Paul's prayer is നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നാം ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നില്ല എന്നുള്ള it's പാഠം. not necessary that it should happen in the way. അവിടെ പൗലോസിന്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. The third point, the third lesson, what his prayer നാം teaches. വായിച്ച എഫെസ്യ ലേഖനത്തിലേക്ക് നമുക്ക് Let's മടങ്ങാം. come back to the epistle to Ephesians. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. Ephesians chapter 3 verse 3:14. 14. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. And we read like this. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ട് കുത്തുന്നു. So it is 14 and 15. For this cause I bow my knees unto the Father of our Lord Jesus Christ, for whom the whole family in heaven and earth is named. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. Let me ask you one thing. പൗലോസ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? How did Paul pray? പറഞ്ഞേ. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രീതി എന്ന് പറയുന്നത്, What is the pattern he adopted while he is അദ്ദേഹം praying? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. He kneeled down and prayed. രാവിലെ നാം ഈ ഭാഗം പറയുമ്പോൾ നാം നിസ്സാരമായിട്ട് കാണരുത്. When we discuss about this topic, don't consider it as a simple. പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ പഠിക്കുകയാണ്. We are learning about his prayer life. ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുള്ള ജീവിതമാണ് പൗലോസിന്റെ. I explained yesterday that this is most person who talked about in New Testament is Paul. പൗലോസിന്റെ ഏത് ഭാഗം എടുത്താലും ശരി, ജീവിതത്തിൽ ഏത് തുറ എടുത്താലും ശരി, അതെല്ലാം നമുക്ക് മാതൃകയാണ്. When we take all his life experience, this all are model for us. നമുക്ക് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? See how this man is praying. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുട്ടുകുത്തിയാണ് He പ്രാർത്ഥിക്കുന്നത്. kneel down and pray. ഇനി ഞാൻ അല്പം കൂടി ചേർത്ത്
Let me add this more. In ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? the first century, how did the church of God pray? ഒരു വാക്യം ഞാൻ വായിച്ചു. Let me read one verse. നിങ്ങൾ എന്റെ കൂടെ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിലേക്ക് വരണം. Let's turn to Acts chapter 21. അവിടെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. And we see a prayer there. സോറിലെ ദൈവസഭ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. That's a prayer was done by the believers. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കുക. Acts chapter 21. Acts chapter 21 verse 6. അവിടെ വായിക്കുന്നത് എന്താണ്? Acts chapter 21 verse 6. സോർ എന്ന് പറയുന്ന സ്ഥലത്തെ സഭ പ്രാർത്ഥിച്ച പ്രാർത്ഥന. So this is a prayer that is done by the people of Saul. ഞാൻ പറഞ്ഞ ആ ഭാഗം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ആ വാക്യം വായിക്കണം. Let's keep that in mind and read that. അവിടെ വായിക്കുന്ന സ്ത്രീകളും കുട്ടികളുമായി അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങൾ കൂടെ വന്ന് അടുത്ത് നാം കാണുന്നത് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. And they kneel down at the shore of sea and they prayed. ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? How did they pray in the first century? അവർ പ്രാർത്ഥിച്ച വിധം അവിടെ നാം കാണുന്നുണ്ട്. We see that how did they pray? അവർ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? They prayed. How did they pray? അവർ പ്രാർത്ഥിച്ചത് they മുട്ടുകുത്തി kneel down പ്രാർത്ഥിച്ചു. and prayed. അവിടെ നമ്മളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. We see another thing. മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? Where did they kneel down and pray? എവിടെ വെച്ചാണ് പറഞ്ഞേ? വീട്ടിൽ വെച്ചാണോ? ഹോളിൽ വെച്ചാണോ? കടൽക്കരയിൽ വെച്ചാണോ? They prayed near the beside the sea. കടൽക്കരയിൽ മുട്ടുകുത്തി they kneel down beside the sea and prayed. എന്താ നമ്മളോട് മനസ്സിലാക്കുക? What does that mean? കടൽക്കരയിൽ മുട്ടുകുത്താൻ അവർക്ക് മടിയില്ല. They were not ashamed to kneel down and അപ്പോൾ അവർ കടൽക്കരയിൽ മുട്ടുകുത്തി എന്ന് വരികിൽ if we say that they kneel down on shore, അവർ സഭാഹോളിൽ എന്ത് ചെയ്യും? and if they do that near the shore, what they will do in the church? പറഞ്ഞേ, അവർ മുട്ടുകുത്തും. They will kneel down in the church. അവർ വീട്ടിൽ അവർ എന്ത് ചെയ്യും? What they will do at their home? പറഞ്ഞേ, മുട്ടുകുത്തും. They will kneel down at their home. രാവിലെ ഞാൻ പറഞ്ഞു ഇത് നിസ്സാരമായിട്ട് കാണരുത്. Don't consider this as a simple thing. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. You have to kneel down and pray. നമുക്ക് ആ ഒരു ശീലം ഉണ്ടാകണം. Let's make that character. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ വളരെ നിർബന്ധമായിട്ട് പറയുന്നതാണ്. I say that very particularly in our ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടെല്ലാം പറയും മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. I say that to all my kids that kneel down and pray. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മടങ്ങണം. You have to come back to the way we kneel down and pray. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളാണ്. I'm a person who kneel down and pray. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനത് പറയുന്നത്. I'm telling about my experience. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയിലേക്ക് നമ്മൾ വരണം. You have to come back the kneel down and pray. ഞാൻ ഇത് പറയുമ്പോൾ കുറെ ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. When I say that there are so many thoughts come to പണ്ടൊക്കെ mind. നമ്മുടെ വീട്ടില് back in old days നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന പായം ഉണ്ടായിരുന്നു. we all have a prayer mat. ഇന്ന് നമുക്ക് പ്രാർത്ഥന പായം ഉണ്ടോ? We don't have a prayer mat. Do we have a prayer mat today? Do we have a prayer mat today? ഞാൻ ഒരു റിക്വസ്റ്റ് വെക്കാം. I can put one request in front of you. ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ After this convention, after this camp, ഒരു മാറ്റ് വാങ്ങണ്ടേ? you have to buy a mat. ഞാൻ പറയട്ടെ, നിസാരമല്ല പറയുന്നത്. This is not a simple thing. നമ്മുടെ വീട്ടില് ഊണ് കഴിക്കാൻ മുറിയുണ്ട്. നമുക്ക് we have a dining room. നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ മുറിയുണ്ട്. We have a kitchen. നമുക്ക് ഉറങ്ങാൻ മുറിയുണ്ട്. We have a bedroom. നമുക്ക് ഇരിക്കാൻ മുറിയുണ്ട്. എല്ലാത്തിനും മുറി. We have a living room. We have a sitting area. നമുക്കൊരു പ്രാർത്ഥന മുറിയുണ്ടോ? Do we have a prayer room? വേണ്ടേ? Do we need a prayer room? ഞാൻ പറഞ്ഞത് ഇനി വീട് പൊളിച്ച് പണിയണമെന്നുള്ളതൊന്നും അല്ല. It's not that you have to entirely construct a new house. ഒരു പ്രാർത്ഥന പായെങ്കിലും നമുക്ക് വേണം. At least we should have a ഒരു പായ വേണം. At least we should have a ആ പായയിൽ നമ്മൾ ഇരിക്കണം. You have to sit down. ആ പായയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. Sit down on the mat and നമ്മുടെ കുട്ടികളോട് പറയണം, നിങ്ങളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. We have to tell our kids that kneel down and pray. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. You have to come back the character that you have to kneel down. ഞാൻ ഒരു സംഭവം ചേർത്ത് പറയാം. അത് 100% ശാസ്ത്രീയമാണെന്ന് എനിക്കറിയില്ല. Let me add this one more event. I don't know whether it is scientifically true or not. ഇന്ന് പ്രായത്തിലെത്തുന്ന എല്ലാവർക്കും ഉള്ള ഒരു രോഗമാണ് മുട്ടിന്റെ തേയ്മാനം. When people get old, they get problem on their knees. എന്റെ ധാരണ ശരിയാണെങ്കിൽ My imagination is right. കത്തോലിക്ക സ്ത്രീകൾക്ക് മുട്ടിന്റെ തേയ്മാനം ഇല്ല. There is no problem for Catholic believers, especially in ഞാൻ 100% കണ്ടെത്തതല്ല. I'm not telling that it's 100% right. പക്ഷെ അത് തെറ്റാവാൻ സാധ്യതയില്ല. But I'm telling that it's not going to go അവർക്ക് wrong. മുട്ടുവേദനയില്ല. They don't have any. അവർക്ക് മുട്ടിന് പ്രശ്നമില്ല. They don't have any problem. What is the reason behind that? പറഞ്ഞേ, അവർ മുട്ടുകുത്തും. The reason behind that is they kneel down. They kneel down. ഞാൻ അങ്കമാലിയിലാണ് എന്റെ വീട്. My house is in Angamali. ഒരു കത്തോലിക്ക കോളനിയാണ്. It's a colony of Catholic. ഞാൻ രാവിലെ ഗ്രൗണ്ടിൽ പോകുന്ന ആളാണ്. I always go to the ground and ചിലപ്പം 6 മണിക്ക് 5 മണിക്കൊക്കെ പോകുമ്പോ
പള്ളിയിൽ നിന്ന് വരുന്ന സ്ത്രീകളെ കാണാനായിട്ട് When I go early morning, 5 o'clock, 6 o'clock, I can see many sisters coming from the church. അവരെല്ലാം മുട്ടുകുത്തും. They all kneel down. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറാതെ മടങ്ങി വരട്ടെ. Let me not go deviate from my topic. പൗലോസിന്റെ പ്രാർത്ഥനാ രീതി നമ്മളെ അറിയിക്കുന്ന ഒന്നാമത്തെ ചിന്ത, മൂന്നാമത്തെ ചിന്ത. The third point, what Paul's prayer teaches us. അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. He kneel down and pray. അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. Let's draw your attention to the next. 4 കാര്യങ്ങൾ, നാലാമത്തെ വിഷയം. The fourth portion. പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. He was a man of prayer. പക്ഷെ തനിക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. But he always need a prayer from others. ഞാനൊരു വാക്യം വായിക്കാം. Let me read one verse. തന്റെ ഒരു പ്രാർത്ഥന അപേക്ഷ നിങ്ങൾ വായിച്ചു കേൾക്കുക. എഫെസ്യർ 6. Let's come to Ephesians chapter 6. അതിന്റെ 18 വാക്യം നമുക്ക് വായിക്കാം. And verse 18. 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, verse 18 we read like this. 19 വാക്യം. Verse 19 we read like this. അദ്ദേഹം ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് വെക്കുകയാണ്. So it's a prayer request from Paul. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റിക്വസ്റ്റ്? What is his prayer request? നമ്മൾ അതിന്റെ 19 വാക്യം വായിക്കുന്നു. Verse 19. ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാപതിയെ സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കാൻ വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും. That is verse 19 and 20. And for me, that utterance may be given unto me, that I may open my mouth boldly to make known the mystery of gospel, for which I am an ambassador in bonds, that therein I may speak boldly as I ought to speak. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം. Let me ask you one question now. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥനാ റിക്വസ്റ്റ്? What is his prayer request? നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. What is his prayer request? What we see here? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? You have to pray for me. For what you have to pray for me? ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, when I stand in the presence of God, എനിക്ക് സംസാരിക്കുവാൻ, when I open my mouth, എനിക്ക് കൃപ ലഭിക്കണം. I have to get grace. അതല്ലേ പ്രാർത്ഥനാ വിഷയം? I need grace. That is his prayer. അതാണ് പ്രാർത്ഥനാ വിഷയം. That is his prayer. അത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. We have to remember one thing here. ഈ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ആരാ? Who is requesting this prayer? പൗലോസ്. It's Paul. Paul is requesting this prayer. എന്താ പൗലോസിന്റെ പ്രത്യേകത? What is his specialty? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ശരിയാണ്. Man of prayer. Yes, നമുക്ക് അർത്ഥമല്ല. We know that. പക്ഷെ അദ്ദേഹത്തെ പോലെ ദൈവിക മർമ്മം വെളിപ്പെട്ട് ലഭിച്ച വേറൊരു വ്യക്തിയില്ല. There is none like him that God has given all the vision of his word. അല്ല, അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? Can we find any other person like that? നമുക്ക് പറ്റില്ല. We cannot. അപ്പൊ പൗലോസിനെ പോലുള്ള ആത്മീക ദർശനമുള്ള ഒരു വ്യക്തി, so Paul, a man of being having a spiritual vision, ഇത്രമാത്രം ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി ലഭിക്കപ്പെട്ട വേറൊരു വ്യക്തി, who is well known about the mystery of gospel. ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയമായ ഏറ്റവും വലിയ സമ്പന്നൻ. In our word, he is rich in spirit. പക്ഷെ അദ്ദേഹം പറയുകയാണ്, and he is telling here, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You have to pray for me. എന്താ അതിനർത്ഥം? What does that mean? ഈ വലിയ പൗലോസിന് പോലും സാധാരണ വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. So the great person like Paul also need a normal man's prayer. നമ്മൾ ഓർക്കണം, എഫെസോസിലെ സഭ എന്ന് പറയുന്നത് അവിടെയുള്ള വിശ്വാസികളൊക്കെ സാധാരണ വിശ്വാസികളാണ്. And the people from Ephesians, they all are normal people. ആ സഭയെ പറ്റിയൊക്കെ നമ്മൾ കുറെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. When we learn about those church, we can understand. അതിനകത്ത് ഒരുപാട് സാധാരണക്കാരുണ്ട്. There is so many common people there. അവരൊന്നും പൗലോസിന്റെ ആത്മീയ പക്വതയുടെ 4/5 പോലും എത്തില്ല. They are not even reached to Paul's level. പൗലോസിനുള്ളത് പോലെ ആത്മീയ തിരിച്ചറിവ് അവർക്കില്ല. They are not mature that Paul has. പക്ഷെ പൗലോസ് പറയുന്നത് എന്താണ്? Paul says here, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. You have to pray for me. എന്റെ പ്രിയമുള്ളവരെ, എന്താ നമ്മെ അത് അറിയിക്കുന്നത്? What does, dear beloved, what does it mean? ഒരു ചിന്ത ഇങ്ങനെ പറയാം. Let me say those small things. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട എന്ന് പറയാവുന്ന ഒരു വിശ്വാസിയും ഒരു സഭയിലുമില്ല. There is none in any of the church saying that I don't need your prayer. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. Let me repeat it. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ല, I don't need your prayer എന്ന് പറയാൻ സാധിക്കുന്ന there is ഒരു വിശ്വാസിയും ഒരു സഭയിലുമില്ല. There is none in the believer in any of the church saying like that. ഞാനിത് പറയുന്ന പല സംഭവം എന്റെ മനസ്സിലുണ്ട്. When I explain, there is plenty of things comes in my mind. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. Forgive me if I'm telling that. ഞാൻ സഭയെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. I am a person who loves the church. ഞങ്ങളുടെ സഭ നല്ല സഭയാണ്. Our church is a very good church. ഞാൻ അതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I'm happy to be a part of it. പക്ഷേ ചില വിശ്വാസികൾ, ഞാൻ എല്ലാവരും എന്നുള്ള നിലയിലല്ല പറയുന്നത്, some of the believer, I'm not telling about everyone, അവരുടെ ആവശ്യം സഭയെ അറിയിക്കില്ല.
They never convey their needs to the church. ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കാം. Sometimes they get in the hospital. അത് സഭയെ അറിയിക്കില്ല. They won't tell to the church. എനിക്ക് അവരോട് അങ്ങേറ്റം ദേഷ്യം. I get angry to them. ഞാനോട് മിണ്ടില്ലെന്നുള്ള അർത്ഥമല്ല. It's not like that. ഞാനോട് മിണ്ടും പോവുകയൊക്കെ ചെയ്യും. I talk to them. I meet to them. പക്ഷേ എനിക്ക് അവരുടെ സമീപനത്തോടെ എനിക്ക് ഇഷ്ടമാണ്. But I'm not happy the way they come. നമ്മുടെ ആവശ്യം ചെറുതോ വലുതോ ആവട്ടെ. Even our needs is small or ഞാൻ big. ഇങ്ങനെ പറയാറുണ്ട്. I used to say like, ഞാൻ വലിയ സമ്പന്നനാണ്, ഞാൻ വലിയ ധനാഢ്യൻ, I am a rich man. എനിക്ക് സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ട്. I have everything. എന്ത് കാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. I have an ability to do everything. പക്ഷെ എനിക്കൊരു പല്ലുവേദന വന്നാൽ, But if I get a toothache, എന്റെ സഭക്കാർ അറിയണം, my church members has to know. അവരറിയണം, They have to know. അവർ പ്രാർത്ഥിക്കണം, And they have to pray for me. ലിജോ സഹോദരന് പല്ലുവേദനയുണ്ട്. Lijo brother has got a toothache. ആ പല്ലുവേദന മാറണം. He has to get healed. ഞാൻ പറഞ്ഞ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. I hope you understand the spiritual meaning. പൗലോസിന്റെ ജീവിതം നമ്മെ അറിയിക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ, ആത്മീയ സമ്പന്നൻ, അദ്ദേഹം എഫെസോസിലെ സാധാരണ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Paul, a person being a great high spiritual man, he's telling the people, common people to Ephesians, you have to pray for me. പൗലോസിന്റെ ജീവിതം നമ്മെ അറിയിക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മെ അറിയിക്കുന്ന 4 കാര്യങ്ങൾ നാം ചിന്തിച്ചു. We discussed about 4 things, 4 levels while Paul's prayer. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പിന്നെയും ക്ഷണിക്കുകയാണ്. Let's turn our attention to the topic which we നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്ന പൗലോസിന്റെ പ്രാർത്ഥന, ആ സമഗ്രമായ പ്രാർത്ഥനയിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അതിന്റെ 16-ാം വാക്യത്തിലാണ്. We are going to discuss about verse 17 is about Paul. അവിടെ പൗലോസ് പറയുന്നത് എന്താണ്? And Paul says here, Paul says here, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നു. Paul says here, your inner man to be strengthened. അപ്പോൾ പൗലോസിന്റെ പ്രാർത്ഥനയിൽ താൻ ഊന്നൽ കൊടുക്കുന്ന വിഷയം എഫെസോസിലെ വിശ്വാസികളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു. So the main thing what Paul focuses in his prayer is the inner man in Ephesians, the members of the Ephesians has to get strength. എഫെസോസിലെ വിശ്വാസികളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ശക്തിപ്പെടണം. The inner man to get strength, the people of Ephesians. എന്താണ് അകത്തെ മനുഷ്യന്റെ പ്രത്യേകത? What is the specialty of inner man? ഒരു മനുഷ്യന് 2 മുഖമുണ്ട്, ഒന്ന് പുറത്തതും ഒന്ന് അകത്തെ മനുഷ്യൻ. There's 2 faces for a man, one is inner and one is outer. അപ്പോൾ അകത്തെ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? What is the specialty of inner man? പറഞ്ഞേ, നമുക്കറിയാം. What is the specialty of inner man? നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. No one can see. അല്ലേ, നമുക്ക് അകത്തെ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. No one can see the inner man. കാണാൻ പറ്റുന്ന പുറമേ ഉള്ള മനുഷ്യനെയാണ്. You can see only the person കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, and what's Paul's desire? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. To be strengthened, your inner man to be strengthened. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുതോറും ശക്തിപ്പെടണം. Your inner man to be strengthened day by day. നോക്കാം, ഈ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. So Paul is desiring to get strength, the inner man gets strength. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ 3 പ്രധാന ചിന്തകൾ ചേർത്ത് പറയാം. When I say this one, I added 3 more points. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക? How can a man strengthen his? നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഒരു മനുഷ്യന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ സാധിക്കും? What are the ways a man can strengthen his inner man? ഞാൻ 3 സൂചനകൾ നിങ്ങളുടെ മുമ്പാകെ പറയാം. Let me just give 3 points. നിങ്ങൾ കൊലോസ്യലേഖനത്തിലേക്ക് വരിക. Let's turn to book of Colossians. 1-ാം അധ്യായത്തിൽ 10-ാം വാക്യം. Colossians chapter 1 verse 10. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? What we read here. ഞാൻ ആ വാക്യം വായിച്ചിട്ട് തന്നെ വിശദീകരിക്കാം. I'll read and then explain. അതിന്റെ 10-ാം വാക്യം verse 10. അവിടെ വായിക്കുന്നെങ്കിൽ മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കാം. Read it in Malayalam. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. That ye might walk worthy of the Lord unto all pleasing, being fruitful in every good work and increasing in the knowledge of God. അവിടെ മലയാളത്തിൽ ഞാൻ ഉദ്ദേശിച്ച ആശയം പറയാം. ആത്മീയ ജ്ഞാനം. The things what I am trying to explain here is increasing in the knowledge of God. അപ്പം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനുള്ള 1-ാമത്തെ മേഖല എന്താണ്? So the first level to get strength of your inner man is. പറഞ്ഞേ, എന്ത് വേണം? What we need for that? ആത്മീയ ജ്ഞാനം വേണം. So increasing in the knowledge of God. അപ്പൊ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ, so for get your inner man strengthened, ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള 1-ാമത്തെ the base വസ്തുത, the first thing that we need is what? എന്താണ്? പറഞ്ഞേ, പറയൂ, ശക്തിയായിട്ട് പറ. ജ്ഞാനം വേണം, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം. നമ്മളിവിടെ കാണുന്ന വാക്കാണ് നമ്മൾ ചെയ്തത് increase in the knowledge of God. ആത്മീയമായ സകല ജ്ഞാനം. So increase in the knowledge of God. ആ ജ്ഞാനം വന്നെങ്കിൽ മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ?
If you have that knowledge, then only we can accomplish. ഒരു മനുഷ്യന്റെ അകത്ത് മനുഷ്യൻ ശക്തിപ്പെടും. Then only we can able to strengthen the inner man. ഞാൻ ഇത് കുറച്ചുകൂടി നിങ്ങൾ വ്യക്തമാക്കാം. Let me explain furthermore. നമ്മൾ ഇന്ന് ലോകത്ത് നാം ജീവിക്കുകയാണ്. When we live in this world, അല്ലേ, നമ്മുടെ പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ നമുക്ക് എന്ത്? what all things we do for getting strength our outer man? പറഞ്ഞേ, പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. What all things we do for പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ എന്ത് ജ്ഞാനം വേണം? For what knowledge? What knowledge we need to get our outer man strength is the world knowledge. ആട്ടെ, നമ്മൾ പിള്ളേരെ വിടുന്നത് സ്കൂളിൽ വിടുന്നത് എന്തിനാണ്? Why do we send our kids to the school? നമ്മുടെ ഉദ്ദേശം അവരുടെ പുറമെയുള്ള ജ്ഞാനം. So our aim is they have to get knowledge in their outer man. അതിനു വേണ്ടിയല്ലേ സ്കൂളിൽ വിടുന്നത്. So that's why we sending them to the school. ആണോ അല്ലയോ? Yes or no? അതെ. Yes. നമ്മൾ വിടുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. So that's why we are sending them to the school. അവരുടെ പുറമെയുള്ള ജ്ഞാനം വർദ്ധിക്കും. Forget their outer man. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ മറുവശം, അകത്തെ മനുഷ്യൻ വർദ്ധിക്കുന്നത് ബലപ്പെടണമെങ്കിലോ? So the other side of it, for getting your inner man strengthened, എന്ത് വേണം? what we need? അതാണ് നമ്മൾ വായിച്ചത്, ആത്മീയ ജ്ഞാനം വേണം. So we need the knowledge of God. അപ്പൊ പുറമെയുള്ള മനുഷ്യന് ശക്തിപ്പെടണമെങ്കിൽ പുറമെയുള്ള ജ്ഞാനം ആവശ്യമാണെന്ന് വരികിൽ, so getting strength for the outer man we need outer knowledge. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ, for getting our inner man to be strengthened, നമുക്ക് എന്ത് ജ്ഞാനം വേണം? what knowledge we need? പറഞ്ഞേ, നമുക്ക് ആത്മീയ ജ്ഞാനം we need a knowledge of ആവശ്യം വേണം. അതാണ് പൗലോസ് പറയുന്നത്. That's what Paul is telling here. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ, so if a person wants to get his inner man, അദ്ദേഹത്തിന് ആത്മീയ ജ്ഞാനം വേണം. he needs the knowledge of know. ആട്ടെ, ഞാനിവിടെ ഇതിന്റെ മറുവശം കൂടി ചേർത്ത് പറയാം. Let me just tell the other side of it. ആത്മീയ ജ്ഞാനം എങ്ങനെ കിട്ടും? How do we get the knowledge of God? ഇപ്പൊ പുറമേയുള്ള ജ്ഞാനം കിട്ടാൻ നമുക്ക് സ്കൂളിൽ പോയി കിട്ടുന്നതായിരിക്കും. So getting the worldly knowledge, you can go to school or some education. ഈ ആത്മീയ ജ്ഞാനം നമുക്ക് എങ്ങനെ കിട്ടുക? How do you get the knowledge of God? ആത്മീയ ജ്ഞാനം കിട്ടാനുള്ള മാർഗ്ഗം ഞാൻ വായിച്ചു. What are the ways to get the knowledge of God? നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരിക. Just come to James. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുക. ഒരു വ്യക്തിക്ക് ആത്മീയ ജ്ഞാനം എങ്ങനെ ലഭിക്കും? James chapter 1:5. Chapter 1 verse 5. അവിടെ വായിക്കുന്നുണ്ട്. We read like this. 5-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നുണ്ട്. What does James says here? നിങ്ങളൊരു ജ്ഞാനം കുറവാകുന്നുണ്ട്. If any of you lack wisdom, മത്സരിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. If any of you lack wisdom, let him ask of God that giveth to all men liberally and upbraideth not, and it shall be given him. ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന ജ്ഞാനം ഏത് ജ്ഞാനമാണ്? What kind of knowledge that James referring to? What kind of wisdom he is referring to? യാക്കോബിന്റെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം. Just try to explain in his epistle. ഈ യാക്കോബ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ജ്ഞാനം ഏതാ? So what kind of wisdom he is referring to here? ഇത് പണ്ട് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ വാക്യമൊക്കെ നമ്മളൊക്കെ വായിച്ച് എഴുതിയതൊക്കെ ഓർക്കുന്നുണ്ട്. Long day back before writing the exam, we used to read this verse and we നമ്മളൊക്കെ ജ്ഞാനങ്ങളുള്ള പാർട്ടികളാണ്. We all lack in ജ്ഞാനം തരണം. But God is given the wisdom. ഈ പറയുന്ന ജ്ഞാനം ഏതാണ്? But this stuff is referring to which? ഈ പറയുന്ന ജ്ഞാനം സ്കൂളിൽ പഠിക്കുന്ന ജ്ഞാനമല്ല. This is not the wisdom which you can. ഈ പറയുന്ന ജ്ഞാനം ഏതാണ്? Which wisdom is that? ഈ ജ്ഞാനം എന്ന് പറയുന്നത് this wisdom refers to. ഇത് ആത്മീയ